25ാമത് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈസ് ദെയർ ആൻ ഓസ്ട്രിച്ച് ഇൻ യു എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള ശ്രീ ഗോകുൽരാജ് സാർ ആണ്. വെൽക്കം സർ. താങ്ക് യു. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിബിൾ ആണ് സർ. ഓക്കെ, ശരി, താങ്ക് യു. നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് ഈസ് ദെയർ ആൻ ഓസ്ട്രിച്ച് ഇൻ യു എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒട്ടകപ്പക്ഷിയിലെ ഒട്ടകപ്പക്ഷി, നിങ്ങൾക്കുള്ളിൽ ഒരു ഒട്ടകപ്പക്ഷി ഉണ്ടോ എന്നാണ് ടോപ്പിക്കിന്റെ പേരില്. നമുക്ക് അതെന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം. അതിന് തൊട്ടു പിന്നെ ഞാനൊരു ക്വസ്റ്റിനെയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റിനെയർ നോക്കിയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാമോ? ഓരോ ചോദ്യത്തിന്റെയും ആൻസേഴ്സ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെക്കാമോ? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തന്ന ചോദ്യങ്ങൾ കേൾക്കാത്തതോ മനസ്സിലാക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്ലൈഡ് ഷോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ഓരോന്നിന്റെയും നിങ്ങൾക്ക് എന്താണോ ഉത്തരം ആയി തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യും. പെന്നോ പെൻസിലോ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. നിങ്ങൾ തുടങ്ങിക്കോളൂ. വായിക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ചോദ്യങ്ങൾ ഓരോന്ന് കഴിഞ്ഞാലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അതായത് ആദ്യത്തെ പേജിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് കഴിഞ്ഞാൽ ഒന്ന് യെസ് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അഞ്ച് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു തംസ് അപ്പ് ചിഹ്നം ഇടണേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാലോ. ചെറിയ ഫോണ്ടായിട്ട് വായിക്കാനൊരു ഇതുണ്ട്. അതുകൊണ്ട് ഒരാൾ വായിച്ചു കൊടുത്താൽ ചിലപ്പം ഇതായിരിക്കും. എനിക്ക് ഉറക്കെ വായിച്ചു കൊടുക്കട്ടെ സർ? ഓ ഷുവർ. അല്ലെ ഞാൻ തന്നെ വായിച്ചു തരണോ? ഞാൻ തന്നെ വേണമെങ്കിൽ ഞാൻ തന്നെ വായിച്ചു തരാം. ഡോണ്ട് ആ വറി. ഓക്കെ ശരി. ഓക്കെ, എന്നാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഞാനൊന്ന് വായിച്ചു തരാം. നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നഷ്ടം സംഭവിച്ചിരിക്കാം എന്നൊരു തോന്നൽ വന്നാൽ അടുത്തതായി നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, നഷ്ടം അംഗീകരിക്കേണ്ടി വരുമെന്ന ഭയം കാരണം അടുത്ത കുറച്ച് ദിവസത്തേക്ക് പോർട്ട്ഫോളിയോ ആപ്പുകൾ തുറക്കാതിരിക്കാൻ ശ്രമിക്കും. ബി, അടുത്ത കുറച്ച് ആഴ്ചകൾ കാത്തിരുന്ന് എല്ലാം താനെ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കും. സി, നഷ്ടം പരിഹരിക്കാനായി കൂടുതൽ അപകട സാധ്യതയുള്ള പുതിയ നിക്ഷേപം നടത്തും. ഓപ്ഷൻ ഡി, നഷ്ടം എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഉടൻ തന്നെ പോർട്ട്ഫോളിയോ പരിശോധിക്കും.
ഇനി ഇപ്പോൾ എല്ലാവരും മാർക്ക് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓപ്ഷൻ 2, നിങ്ങൾ ഓതന്റിക് ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയോ അതിന്റെ ആൻസർ എഴുതി വെച്ചാൽ മതി കേട്ടോ. റെഡി? ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്ന ഒരു ബില്ലിനെ കുറിച്ചൊരു സന്ദേശം. ഇത് ഉയർന്ന ബില്ലാണെന്ന് സംശയിക്കുന്നു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഓപ്ഷൻ എ, സന്ദേശം തുറക്കാതെ നോട്ടിഫിക്കേഷൻ മായ്ച്ചു കളയുകയും ബിൽ അടയ്ക്കാനുള്ള അവസാന തീയതി ആകുമ്പോൾ മാത്രം അത് പരിഗണിക്കുകയും ചെയ്യും. ഓപ്ഷൻ ബി, ബില്ലിന്റെ തുക അധികമാകാതിരിക്കാൻ സാധ്യതയില്ലെന്ന് സ്വയം വിശ്വസിച്ച് അതിനെ അവഗണിക്കും. ഓപ്ഷൻ സി, ബില്ലിനെ കുറിച്ച് സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ പരാതി പറയുമെങ്കിലും തുക എത്രയാണെന്ന് നോക്കില്ല. ഓപ്ഷൻ ഡി, സന്ദേശം വന്നയുടൻ തുറന്ന് തുക എത്രയെന്ന് നോക്കി അടയ്ക്കും. Now question number 3. നിങ്ങളുടെ ആരോഗ്യ പരിശോധനാ ഫലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഫലങ്ങൾ വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ഡോക്ടർ നിർബന്ധിച്ച് വിളിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അടുത്ത വാർഷിക പരിശോധന വരെ ഫലങ്ങൾ തുറക്കാതെ മാറ്റിവെക്കും. ബി, ഫലം എന്തിരുന്നാലും ചികിത്സ തേടില്ലെന്ന് തീരുമാനിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും. ഓപ്ഷൻ സി, നിങ്ങൾ ആരോഗ്യവാനെന്ന് തെളിയിക്കാനായി വീട്ടിലിരുന്ന് തന്നെ മറ്റ് ലക്ഷണങ്ങൾ പരിശോധിക്കും. ഓപ്ഷൻ ഡി, ഫലങ്ങൾ വാങ്ങി ഡോക്ടറുമായി സംസാരിക്കാൻ ഉടൻ അപ്പോയിന്റ്മെന്റ് എടുക്കും. നിങ്ങളുടെ സോറി ഇതിന്റെ ആൻസർ എഴുതിക്കോളും, എന്നിട്ട് അടുത്ത ചോദ്യം വായിക്കും. Then question number 4. നിങ്ങളുടെ ജോലി സ്ഥലത്തെ പ്രകടനം മോശമാണെന്ന് സൂചന നൽകുന്ന ഒരു ഇമെയിൽ ലഭിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഓപ്ഷൻ എ, ഇമെയിൽ ഇൻബോക്സിൽ കിടക്കുന്നത് കണ്ടാലും അത് വായിക്കാതെ കൂടുതൽ സന്തോഷകരമായ മറ്റ് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഓപ്ഷൻ ബി, ഈ റിപ്പോർട്ട് അയച്ച വ്യക്തിക്ക് നിങ്ങളോട് വിരോധമുണ്ടെന്ന് കരുതി ഇമെയിൽ ഡിലീറ്റ് ചെയ്യും. ഓപ്ഷൻ സി, നിങ്ങളുടെ പ്രകടനം മോശമല്ലെന്ന് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഓപ്ഷൻ ഡി, ഇമെയിൽ ഉടൻ തുറന്ന് വിശകലനം ശ്രദ്ധയോടെ വായിക്കുകയും മെച്ചപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. Now question number 5. ഒരു വലിയ ടാസ്കിന്റെ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചതിലും പിന്നിലാട്ടാണെന്ന് സൂചനയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ടാസ്ക് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി അടുക്കുന്നത് വരെ റിപ്പോർട്ട് പൂർണ്ണമായി കാണുന്നത് ഒഴിവാക്കി സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും. ഓപ്ഷൻ ബി, റിപ്പോർട്ടിൽ തെറ്റുണ്ടെന്ന് ആരോപിച്ച് ടീമിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഓപ്ഷൻ സി, റിപ്പോർട്ട് മാറ്റിവെച്ച് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ തുടങ്ങും. ഓപ്ഷൻ ഡി, പ്രശ്നം എവിടെയാണെന്ന് കണ്ടെത്താൻ റിപ്പോർട്ടറിലെ ഓരോ ഡാറ്റ പോയിന്റും ഉടൻ പരിശോധിച്ച് പരിഹരിക്കാൻ ശ്രമിക്കും. ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞാലോ? നമുക്കിനി അടുത്ത സെറ്റിലേക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു സാമ്പത്തിക പരാജയം, ഉദാഹരണത്തിന് വലിയൊരു നഷ്ടം നേരിടുമ്പോൾ അത് അംഗീകരിക്കാൻ നിങ്ങൾ എന്ത് രീതിയാണ് സ്വീകരിക്കാറ്? ഓപ്ഷൻ എ, നഷ്ടം സംഭവിച്ച കാര്യം മറന്ന് അതിനെക്കുറിച്ച് ഒരു കാരണവശാലും സംസാരിക്കുന്നില്ല. ഓപ്ഷൻ ബി, നഷ്ടത്തിന് കാരണം ഭാഗ്യക്കേടാണെന്ന് വിശ്വസിച്ച് അതിനെ ഒരു പ്രശ്നമായി കണക്കാക്കില്ല. ഓപ്ഷൻ സി, എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടുതൽ അപകടകരമായ വഴികൾ തേടും. ഓപ്ഷൻ ഡി, സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ കൗൺസിലറുമായോ നഷ്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ ഫലങ്ങൾ അംഗീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുകയും ചെയ്യും. Now, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ അത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നിങ്ങൾ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കാറ്? ഓപ്ഷൻ എ, ഫീഡ്ബാക്ക് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഉടൻ പ്രതികരിക്കാതെ നിഷേധിക്കാൻ ശ്രമിക്കും. ഓപ്ഷൻ ബി, ഫീഡ്ബാക്ക് നൽകിയ വ്യക്തിയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യും. ഓപ്ഷൻ സി, ഫീഡ്ബാക്ക് ശരിയാണോ എന്നറിയാൻ അതേക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളോട് മാത്രം അഭിപ്രായം ചോദിക്കും. ഓപ്ഷൻ ഡി, ഫീഡ്ബാക്ക് എഴുതിയെടുത്ത് അതിനെ ചെറിയ പ്രാവർത്തികമായ മാറ്റങ്ങളെക്കുറിച്ച് വിഭജിച്ച് ഓരോന്നായി നടപ്പിലാക്കും. എട്ടാമത്തേത്, പതിവായി പരിശോധിക്കേണ്ട വിവരങ്ങൾ ഒഴിവാക്കുന്നത് തടയാൻ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? ഓപ്ഷൻ എ, വിവരങ്ങൾ പരിശോധിക്കുന്നത് വിനോദകരമായ ഒരു കാര്യമായി തോന്നുന്നത് വരെ കാത്തിരിക്കും. ബി, പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും മറ്റൊരാൾക്ക് കൈമാറി അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഓപ്ഷൻ സി, വിവരങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മറ്റ് ധാരാളം കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സ്വയം തിരക്കിലാക്കും. ആൻഡ് ഓപ്ഷൻ ഡി, ഒരു നിശ്ചിത സമയക്രമം, ഉദാഹരണത്തിന് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മണിക്ക് സമയക്രമം ഉണ്ടാക്കി ആ സമയത്ത് നിർബന്ധമായി വിവരങ്ങൾ പരിശോധിക്കും. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോശം വാർത്ത കേൾക്കാൻ മാനസികമായി തയ്യാറാകാൻ നിങ്ങൾ സ്വയം എങ്ങനെയാണ് സഹായിക്കാറ്? ഓപ്ഷൻ എ, വാർത്തകൾ വളരെ കാലതാമസം വരുത്തി മാത്രം സ്വീകരിക്കും. അങ്ങനെ ഫലങ്ങളുടെ പ്രഹരം കുറയ്ക്കും. ബി, മോശം വാർത്തയെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കും. ഓപ്ഷൻ സി, നല്ല ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സ്വയം പ്രോത്സാഹിപ്പിക്കും. ഓപ്ഷൻ ഡി, ഏറ്റവും മോശമായ ഫലം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി സങ്കല്പിക്കുകയും അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാകുമ്പോൾ അടുത്തതായി നിങ്ങൾ എന്ത് ചെയ്യും? ആ ലക്ഷ്യം യഥാർത്ഥമല്ലാത്ത ഒന്നായിരുന്നുവെന്ന് സ്വയം വിശ്വസിച്ച് വേറെ ലക്ഷ്യങ്ങൾ തേടും. ബി, ശ്രമം തുടരും, പക്ഷേ പ്രകടനം എങ്ങനെയെന്നത് പരിശോധിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കും. സി, പരാജയപ്പെട്ടതിനെ കുറിച്ച് സ്വയം ശിക്ഷ നൽകുകയും അതുമൂലം നിരാശനായി ഇരിക്കുകയും ചെയ്യും. ഓപ്ഷൻ ഡി, പരാജയത്തിന് കാരണമായ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും സത്യസന്ധമായ ഒരു ഡാറ്റ അനാലിസിസ് നടത്തുകയും അടുത്ത തവണത്തെ തന്ത്രത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും. എല്ലാവരും നിങ്ങളുടേതായ ഓപ്ഷൻസ് മനസ്സിലാക്കി നോട്ട് ചെയ്തു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പൊ ചെയ്തതിന് ഒരു ക്വസ്റ്റ്യനെയർ എന്നാണ് പറയുക. നമ്മളുടെ ഹെഡിങ് ഉണ്ടല്ലോ, ആ ഹെഡിങ്ങുമായി ഇതിന്റെ ഉത്തരങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്. നിങ്ങൾ എഴുതിയ ഈ 10 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ ആൻസർ ആയി എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഓപ്ഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഓസ്ട്രിച്ച് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളിലൊരു ഒട്ടകപ്പക്ഷി ഒളിച്ചിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴമൊഴി അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്,
ഒട്ടകപ്പക്ഷി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ അത് അതിന്റെ തല ഭൂമിക്കുള്ളിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയും എന്നിട്ട് പ്രശ്നങ്ങളൊന്നും തനിക്ക് ബാധിക്കുന്നില്ല, താൻ അറിയുന്നില്ല, തനിക്ക് അനുഭവിക്കേണ്ടതല്ല എന്ന് രീതിയിൽ ഇരിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഇത് പൂർണ്ണമായ ഒരു സത്യമായ കാര്യമല്ല, എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതിൽ നിന്നുമാണ് ഓസ്ട്രിച്ച് എഫക്റ്റ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിൽ ഓസ്ട്രിച്ച് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. ഈ ഓസ്ട്രിച്ച് എഫക്റ്റിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോഗ്നിറ്റീവ് ബയസ് ആണ് എന്ന് പറയും. കോഗ്നിറ്റീവ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാവും. ആ വിവരങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു യുക്തിപരമായ തീരുമാനം എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് സ്വയം താല്പര്യങ്ങൾക്കോ മുൻവിധികൾക്കോ അനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതിന് അവസ്ഥയെയാണ് ഇത്. ഒന്നുകൂടി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് സ്വന്തം താല്പര്യങ്ങൾക്ക്, റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാതെ സ്വന്തം താല്പര്യങ്ങൾക്കോ മുൻവിധികൾക്കോ അനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന അവസ്ഥ. ഈ ഓസ്ട്രിച്ച് എഫക്റ്റിന് ശരിക്കും നമ്മൾ എന്താ പറയാ, അപ്രിയ സത്യങ്ങളെ മനഃപൂർവ്വം നമ്മൾ കണ്ടിട്ടില്ല എന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഓസ്ട്രിച്ച് എഫക്റ്റ്. അത് നമ്മൾ എന്താക്കും, നമ്മുടെ മുൻവിധികളോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളോ അനുസരിച്ച് എന്താക്കും, വളച്ചൊടിച്ച് നമ്മൾ കാണും. ഈ നമ്മൾ മൂന്നാമതൊരു ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നോ, എന്താ പറയാ, ഡോക്ടർമാരുടെ നമ്മളൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ആരോഗ്യപരമായ ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പലരും പറയുന്നത് കേൾക്കാം, ഞാന് കൊളസ്ട്രോൾ ഒന്നും ചെക്ക് ചെയ്യാൻ പോവാറില്ല, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണമല്ലോ എന്ന് ആലോചിക്കുന്ന കുറെ പേരുണ്ട്. അവരിലൊക്കെ ഈ പറഞ്ഞ ഓസ്ട്രിച്ച് എഫക്റ്റ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയാം. ഇത് ഒന്നുകിൽ നമ്മളിൽ ഉണ്ടാവുന്ന ആൻസൈറ്റി, ആകുലതകൾ, അല്ലെങ്കിൽ പേടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ പ്രൊട്ടക്ഷൻ ആവാം. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതമേൽക്കുകയോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആവാം നമ്മളിലെ ഈ ഓസ്ട്രിച്ച് എഫക്റ്റ് ഉണരാൻ കാരണം. അതുപോലെ വിശ്വാസങ്ങൾ, നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലായ്മ, ഇതൊക്കെ ഓസ്ട്രിച്ച് എഫക്റ്റ് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനുള്ള കുറച്ച് തെളിവുകളാണ്. ദെൻ എന്താണ് ഒരു ഓസ്ട്രിച്ച് എഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിഹേവിയറൽ നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ വ്യക്തമായ തീരുമാനമെടുക്കില്ല. നമ്മൾ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മുൻവിധികൾക്ക് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുക്കുക. ലാഭകരമായ വിവരങ്ങളും കൃത്യമായി വിശകലനം ചെയ്യുന്നത് നമ്മൾ നിർത്തും. പകരം എന്ത് ചെയ്യും, നമ്മളുടെ മനസ്സ് ഇപ്പോൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ട് ഒരു വ്യക്തമായ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാതെ പോകും. ഇതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായ ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു ഫീൽഡിലാണെങ്കിൽ, ഒരു സർവീസിലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വർക്കിലാണെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഇല്ലാതെ പോകും. ഇത് ഹെൻസ് നമ്മളെ ഭയം വർദ്ധിപ്പിക്കുകയും നമ്മളിൽ ഉണ്ടാകുന്ന പ്രതിരോധം, നമ്മളുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുകയാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഇതൊക്കെ ഒരു കോസ്, എന്താ പറയാ, ഈ ഓസ്ട്രിച്ച് എഫക്റ്റ് പോലുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളാണ്. ഇനി നമുക്ക് ഈ ഓസ്ട്രിച്ച് എഫക്റ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. എങ്ങനെയാണ് നമ്മളിൽ ഓസ്ട്രിച്ച് എഫക്റ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഓസ്ട്രിച്ച് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിഹേവിയറൽ സിംറ്റംസ് അല്ലെങ്കിൽ ഈ ബിഹേവിയർ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, വിദ്യാർത്ഥികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്നവരാവാം. അങ്ങനെയുള്ളവർക്ക് കൂടി ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾ
കോമ്പറ്റിറ്റീവ് എക്സാമിന് മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ അവരെല്ലാം ഈ ഒരു ഓവർകം മെത്തേഡുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തത്, പതിവായ വിവരശേഖരണം ശീലമാക്കുക. നമ്മൾ ചെയ്യുന്നതിനെ പറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു നിശ്ചിത സമയം, നമ്മൾ ഡെയിലി ഒരു സമയം തയ്യാറാക്കി വെക്കുക. ഉദാഹരണത്തിന് എല്ലാ ബുധനാഴ്ചയും 5 മണി എന്നുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തി. ഇവിടെ വെച്ച് നമ്മൾ ഈ ആഴ്ച എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ആരോഗ്യപരമായ വിവരങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രൊജക്ട് വർക്കുകൾ എത്രത്തോളം പുരോഗതിയിലേക്ക് എത്തി, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു എക്സാമിന് മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് എത്രത്തോളം കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ തൻ്റെ ടു ഡു ലിസ്റ്റ്, രണ്ടാമത്തേതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ അഥവാ ടു ഡു ലിസ്റ്റുകൾ, അത് എത്രത്തോളം അപ്ഡേറ്റഡ് ആക്കി. നിങ്ങൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാ, ഒന്നുകിൽ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒരു ഓർമ്മപ്പെടുത്തലുകളായി വെക്കുന്നതാ. ഇത് എത്രത്തോളം നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത്, എത്രത്തോളം നമുക്കത് സക്സസ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഓവർകം മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുക. ഈ ഓസ്ട്രിച്ച് എഫക്റ്റ് വഴി നമ്മൾ പറഞ്ഞു നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ തോതിൽ ഭയം ഉണ്ടാകുമെന്ന്. അതായത് എന്ത് സംഭവിക്കും എന്നതിനെ ആലോചിച്ച് ചെറിയൊരു ഭയം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന ഭയത്തെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. മോശം സാഹചര്യങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് വഴി നമുക്കുണ്ടായ നെഗറ്റീവുകൾ, എന്തൊക്കെയാണ് വോസ്റ്റ് കേസ് സെനേറിയോ എന്ന് പറയും, നമ്മൾ അനുഭവിച്ച ഏറ്റവും മോശം സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിന് എന്ത് പ്രതിവിധി, എന്താണ് ഇതിനുള്ള റെമഡി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മോശം സാഹചര്യം സംഭവിച്ചാൽ അതിനെ എങ്ങനെ മറികടക്കാൻ, എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ചെറുതും വലുതുമായ ചെറിയ പ്രായോഗികമായ വഴികൾ നമ്മൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. അടുത്തത്, വിവരങ്ങളെ നിഷ്പക്ഷമായി കാണുക. അതായത് നമ്മൾ അങ്ങനെയാകും, ഇങ്ങനെയാകും, അങ്ങനെ ആയാലോ എന്നുള്ള ചിന്തകൾക്ക് പകരം നമ്മൾ അതിനെ മറ്റുള്ളവരിൽ നിന്നുമെല്ലാം അതിനെ മുൻവിധികളോടുകൂടി സമീപിക്കാതിരിക്കുക എന്നാണ് നിഷ്പക്ഷമായി കാണുക എന്നുള്ളത്. അതായത് വിവരത്തെ ഡാറ്റകളായി മാത്രം കാണുക. സാമ്പത്തിക നഷ്ടം, കുറഞ്ഞ മാർക്ക്, അല്ലെങ്കിൽ മോശം ആരോഗ്യ ഫലം എന്നിവ നിങ്ങളുടെ വ്യക്തിപരമായ മൂല്യനിർണ്ണയമായി കാണാതെ തിരുത്താൻ കഴിയുന്ന ഡാറ്റകളായി മാത്രം പരിഗണിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കൊളസ്ട്രോൾ ഉള്ള വ്യക്തി തൻ്റെ പ്രശ്നത്തെ, തനിക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ടൊക്കെ വരുമല്ലോ, അപ്പൊ അയാളുടെ കൊളസ്ട്രോൾ ഹൈ ആണ് എന്നുള്ള ഡാറ്റ കണ്ടു എങ്കിൽ അദ്ദേഹം അത് തിരുത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള റെമഡി, നമ്മൾ മുന്നേ പറഞ്ഞ പ്രതിവിധികൾ എന്താണ് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത്, വലിയ ചിത്രം മനസ്സിലാക്കുക. ഒരു തവണ തിരിച്ചടി, അതായത് വലിയ ചിത്രം മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ തിരിച്ചടി എന്നത് നമുക്ക് ഒരു പ്രശ്നം, അതായത് നമ്മൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് കരുതുക. ഇത് മൊത്തമായിട്ട് നമ്മുടെ മൊത്തം ഇഷ്യൂസ് ആണ് എന്നും നമ്മൾ ആ ഫീൽഡിൽ പൊട്ടിപ്പോയി എന്നും നമ്മൾ തോൽവി സമ്മതിക്കുകയുമല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ മൊത്തം ജീവിതത്തെ ബാധിക്കില്ല എന്നും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ ചുവടുവയ്പ് മാത്രമാണ് ഇതെന്നും മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, ഈവൻ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആൾ തങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നും അല്ലെങ്കിൽ നമ്മൾ ഇതോടുകൂടി തോറ്റുപോയി എന്നും തീരുമാനിക്കുന്നതിന് പകരം അദ്ദേഹം ഇതിൽ നിന്നും ഓവർകം ചെയ്യുവാൻ വേണ്ടി ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുക. എല്ലാ ദിവസവും തൻ്റെതായ രീതിയിൽ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ചുവടുവയ്പായി നമുക്കിതിനെ കാണാൻ സാധിക്കും. അടുത്തത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ അസുഖമുള്ള ഒരു വ്യക്തി, കൊളസ്ട്രോൾ പോലുള്ള അസുഖമുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം തന്നെ മൊത്തം എക്സസൈസുകൾ ചെയ്യാനൊന്നും സാധിക്കുകയില്ല. പകരം അദ്ദേഹം ഡേ ബൈ ഡേ ഓരോ ദിവസവും ചെറിയ ചെറിയ തുടക്കങ്ങൾ, ആദ്യം ഒരു 5 മിനിറ്റ് ചെയ്യുന്ന എക്സസൈസ് അടുത്ത ദിവസം 10 മിനിറ്റ് ആക്കുകയും പിന്നെ 15 മിനിറ്റ് ആക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ആ ഒരു പ്രൊസീജിയർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പ്രൊസീജിയർ ഒരു 2 ദിവസം ചെയ്തു, ഇനി 4 ദിവസം റെസ്റ്റ് എടുക്കുക, ഇനി പിന്നെ കുറച്ച് ദിവസം ചെയ്യുക, പിന്നെ നിർത്തുക. ഈ
ക്ഷയം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോട്ട്സ് പ്രക്രിയകൾ ചെയ്യാറുണ്ട്. ഡോട്ട്സ് അതായത് ഡെയിലി ഒബ്സർവേറ്ററി ടെസ്റ്റ് റെമഡീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണത്. അതായത് നമ്മൾ അതൊരു ക്ഷയം പോലുള്ള അസുഖത്തെ ഓവർകം ചെയ്യുവാനുള്ള ഒരു മെത്തേഡാണ്. ഈ മരുന്നുകളും മറ്റു കാര്യങ്ങളുമാണ് ഇതിലുണ്ടാവുക. ചിലരൊക്കെ ഈ മരുന്ന് 6 മാസത്തേക്ക് അല്ലെങ്കിൽ 4 മാസത്തേക്കാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുക. ഇങ്ങനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് എന്താ പറയാ, തുടർച്ചയായ ഒരു 2 മാസം മരുന്നെടുക്കും, പിന്നെ ഒരാഴ്ച നിർത്തിവെക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ടാകില്ല. പകരം ഇത് ക്രമേണ എല്ലാ ദിവസവും ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ഛനായാലും അമ്മയായാലും വൈഫായാലും ഹസ്ബൻഡ് ആയാലും നമ്മുടെ ഏറ്റവും നല്ല പങ്കാളിയാണ് അല്ലെ. മകനായാലും മകളായാലും ഒക്കെ നമ്മുടെ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്ന പങ്കാളികളാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറുമായി നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. എന്നിട്ട് നമ്മുടെ റിസൾട്ടുകൾ അവരുമായി ഷെയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, ഇതാണ് 5ാമത്തെ പോയിന്റ് ആയിട്ട്. ഇനി 6ാമത്തേതായിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ടുകൾക്ക് നമ്മൾ തന്നെ റിവാർഡ് നൽകുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ടാർഗറ്റ് വിത്തിൻ ദ ഡേ നമ്മൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുറത്തു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പാർക്കിലും പോയി നമ്മുടെ എന്റർടൈൻമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക. എന്നിട്ട് നമ്മളുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കുകയാണ് ഈ പോസിറ്റീവ് റിവാർഡുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് പോവുക. നമ്മൾ നമ്മുടെ വിവരങ്ങൾ കാണിച്ച ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലോടുകൂടെ നമ്മളിൽ ഉണ്ടായിക്കിടക്കുന്ന ഈ ചെറിയൊരു മാനസിക വ്യവഹാരത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ്. നിങ്ങളിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഓസ്ട്രിച്ചിനെ നമുക്ക് പുറത്തെടുക്കുകയും അതിനെ ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മളോട് ഓരോ ക്വസ്റ്റ്യനും ചോദിച്ച് അതിന്റെ ആൻസറും, പിന്നെ സാറ് ക്ലാസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഏതൊക്കെ പോയിന്റിലാണ് ഓസ്ട്രിച്ച് ആയിട്ട് മാറിയിട്ടെന്നുള്ളത്. എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, തുടങ്ങിക്കോളൂ സാർ. ഷൈനി മാം മ്യൂട്ടാണ്. സാറിനോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക. ഗുഡ് മോർണിംഗ് സാർ. ഗൂഗിൾ ഡോട്ട് സാർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല എക്സാമ്പിളിൽ കൂടെ വളരെ വിശദമായിട്ടാണ് ഇന്ന് ക്ലാസ് തന്നത്. ഓരോ എക്സാമ്പിളും, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ വരികയാണെങ്കിൽ, കൊളസ്ട്രോളിന്റെ റിപ്പോർട്ട് വരികയാണെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് നടന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഓസ്ട്രിച്ച് ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് നമ്മളൊരു മുൻവിധി പ്രകാരം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ള, അത് പല കാരണം കൊണ്ടായിരിക്കും. നമ്മളൊരു മുൻവിധി വെച്ചിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് നമ്മൾ മുൻതൂക്കം കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യാതെ പോവുകയാണ് ചെയ്യുക. അപ്പം അത് പലപ്പോഴും നമ്മളെ ഒരു ഭയം അല്ലെങ്കിൽ വേറെ ഒരു പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും അതിന്റെ പ്രതിവിധി എന്താണെന്നും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം അക്കമിട്ട് വിശദമായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്ത് കാര്യം വന്നാലും ശരി, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ലഭിച്ചത് കൊണ്ട് നമുക്ക് പൊതുവെ സാധാരണ ഉണ്ടാകുന്ന പല ആൾക്കാർക്കും ഉണ്ടാകുന്ന വിഷമങ്ങൾ തന്നെയാണ് സാറൊന്ന് വിശദീകരിച്ചത്. അപ്പൊ അതിന്റെ പ്രതിവിധിയാണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് വന്നത്. നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത് വളരെയേറെ സഹായമുണ്ട്.
അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക, നമ്മളതെല്ലാം പീസ് പീസാക്കിയിട്ട് മുന്നോട്ട് പോവുക. അതിനുശേഷം കുറച്ചും കൂടി ബുദ്ധിമുട്ടായ കാര്യങ്ങൾ പിന്നീട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. സ്വയം അഭിനന്ദിക്കുക, നമ്മളെ റിവാർഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. നമ്മളെ ഒന്ന് അഭിനന്ദിക്കുക, നമുക്ക് എന്തെങ്കിലും ഫുഡോ സിനിമയ്ക്കൊക്കെ പോയിട്ട് സ്വയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താനും, അപ്പം എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതിന് പ്രതിവിധി ഉണ്ട് എന്നുള്ള ഒരു മുൻതൂക്കം നമ്മൾ മുമ്പ് കാണണം എന്നുള്ളത് സാറ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. അടുത്തയാൾക്ക് ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. മാജിക് മോർണിംഗ്. കേക്കാവോ സാർ? കേൾക്കാം. അന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൂടെ പോണ, ഒരു ഓസ്ട്രിച്ച് മൈൻഡ് സെറ്റിലൂടെ പോണ ഒരാളാണ് ഞാൻ പല കാര്യങ്ങളിലും. അപ്പൊ അതെങ്ങനെ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും അങ്ങനെയാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറെയൊക്കെ മാറ്റം വന്നെങ്കിലും ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിലൂടെ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് മനസ്സിലായി. പലതും നമ്മള് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനോ പറയാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. പക്ഷെ ഇത് സാറിന്റെ ക്ലാസ്സിലൂടെ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതെന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. പിന്നെ നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല നമ്മൾ ചെയ്യണ കാര്യത്തിന്. അപ്പൊ അപ്പം ആരും നമ്മളെയും ചെയ്യാറില്ല, നമ്മൾ സ്വയം ചെയ്യാറുമില്ല. അപ്പൊ പിന്നെ അതും മനസ്സിലായി. ഇന്നത്തെ ആ ക്ലാസ് എന്തായാലും സാറിന്റെ ക്ലാസ് എന്തായാലും നന്നായി, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സാർ നല്ലൊരു സൂപ്പർ ക്ലാസ് കേട്ടോ. നമ്മളെ ഇതിനൊക്കെ ഒരു വലിയൊരു ഓസ്ട്രിച്ച് ഒളിച്ചു കിടക്കണുണ്ടെന്നുള്ളത് മനസ്സിലാവും. അവർക്ക് ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളെ തന്നെ എന്താണ് പറയണ്ടേ, കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു തോന്നുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, ഈ പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനും നമുക്ക് വരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണെന്നത്. കാരണം 10 നിർദ്ദേശങ്ങളും അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ സാർ പറഞ്ഞ് വിശദീകരിച്ച് നല്ലൊരു ഉദാഹരണ ക്ലാസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ധരിക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് പറ്റി. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ദൈനംദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് സാറ് മുന്നോട്ട് വെച്ചത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. സാധാരണ രീതിയിൽ സാധാരണ ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതിലെനിക്ക് തോന്നുന്നത് മിക്ക മനുഷ്യരിലും ഈ ഒട്ടകത്തിന്റെ ഒരു ചെറിയ അംശം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളത് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കാണുന്നില്ല എന്ന് നടിച്ച് സ്വയം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രവണത എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കുണ്ടത്. അപ്പൊ എന്തായാലും അത് എങ്ങനെയാണ് അതിനെ നേരിടണമെന്നും അതിനെ ഒരു ധീരമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രാവർത്തികമായിട്ട് അതിനെ നേരിടാനുള്ള ഒരു വഴിയാണ് സാറിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഇത് പിന്നെ ഒളിച്ചോടാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നെയൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, കുറെ കാര്യങ്ങളൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു പുതിയ പോയിന്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ക്ലാസ്, നല്ലൊരു ടോപ്പിക്. ഇനിയും വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? നമുക്ക് 5 മിനിറ്റും കൂടി സമയമുണ്ട്.
ഓക്കെ, ആരും പറയാനില്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും ഇതുപോലത്തെ ടോപ്പിക്കുമായിട്ട് സാറിന്റെ ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സർ. വരാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഫോർ ജോയിൻ. Thank you, sir. Thank you all. Thank you, Goldraj sir. Thank you all. Thank you very much. താങ്ക് യു. Thank you, Gold, sir. Thank you very much. Thank you all. Thank you all.